എന്തെങ്കിലും കുറച്ചുകൂടെ സേവിങ്സ് ആക്കുക. 2023 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ഒരു വർക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നു, ആ ഒരു ടൈം ലൂപ്പിൽ പെട്ട പോലെ. ഈ വർഷം ഒരു വിഷൻ ബോർഡ് ചെയ്യണം എന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ 2024 ഒരു റീവൈൻഡ് വീഡിയോസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും നമ്മൾ പഠിച്ചതും അതുപോലെ 2025 ആപ്ലിക്കബിൾ ആക്കാൻ നോക്കുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. ജനുവരി തുടങ്ങിയിട്ട് എത്ര പെട്ടെന്നല്ല ജനുവരി പകുതിയായത്. ഞാൻ ഓർക്കുമായിരുന്നു ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് മെമ്മറബിൾ ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. 2016 മുതൽ നമ്മളിവിടെ എറണാകുളത്ത് താമസിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ കല്യാണം കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ നമ്മളെടുത്ത് ഇവിടെ വസ്തു വാങ്ങിക്കുക അല്ലെങ്കിൽ അതെന്തെങ്കിലും കുറച്ചുകൂടെ സേവിങ്സ് ആക്കുക എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പേരൻസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ മമ്മിയുടെ മൂത്ത ബ്രദറുണ്ട്, ഞാൻ ഡാഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡാഡിയൊക്കെ ഞങ്ങളോട് എപ്പോഴും പറയായിരുന്നു എന്തെങ്കിലും വാങ്ങിക്കുക എന്നൊക്കെ. നമ്മളങ്ങനെ അത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. റെസ്പോൺസിബിലിറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു രീതിയിൽ നടക്കുമായിരുന്നു. പിന്നെ ഒരു 2-3 വർഷം മുമ്പാണ് ഓക്കെ നമുക്കൊരു ഇവിടെ ഒരു വീട് വാങ്ങിക്കണം, നമുക്കിവിടെ അങ്ങ് സെറ്റിൽ ആവണം എന്നുള്ളൊരു പ്ലാനിങ് വന്നത്. അങ്ങനെ നമ്മളിവിടെ പ്ലോട്ട് വാങ്ങിച്ചു. അപ്പോൾ 2024 ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം വീട് പണി എന്ന് പറയുന്നത് അറിയാമല്ലോ, ഭയങ്കര പ്രഷറുള്ള ടൈമായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു പാലുകാച്ചിൻ്റെ തലേന്ന് വരെ നല്ല പ്രഷറായിരുന്നു. പാലുകാച്ച് കഴിഞ്ഞ് നല്ല സമാധാനമായിട്ട് പാലുകാച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ പണികളും ഞങ്ങൾ ഡിസ്കഷൻ ചെയ്ത് നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ തീർക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ എടുത്തൊരു അത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു 2023 റിവൈൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2023 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. 2024 ഞാൻ എടുക്കും എന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റൂളെല്ലാം മാറിയത്. ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി, എടുക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും 2024 എടുക്കണം എന്നുള്ളൊരു നിശ്ചയം ഉണ്ടായതുകൊണ്ട് അത് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്തായാലും പോയി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസ് ഞാനൊരു ജൂലൈ ഓഗസ്റ്റ് ആ ടൈം ആയപ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ വണ്ടി ഓടിച്ചില്ല. കാരണം ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് നമ്മൾ പാലുകാച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം നടക്കുന്നതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അന്നേരം വണ്ടി ഓടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ അങ്ങ് നാട്ടിൽ പോയി. അപ്പോൾ കൊച്ചിനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ അത്രയും ഒരു ധൈര്യമില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൊച്ചിനെ വെച്ച് അങ്ങനെ ഓടിക്കണ്ട. കുറച്ച് നാളായി, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. 2025 വണ്ടി ഓടിക്കണം എന്നാണൊരു തീരുമാനം. ഇത് നടക്കുമോ നോക്കാം. അപ്പോൾ അതാണ് ഞാൻ എടുത്ത ഒരു രണ്ടാമത്തെ ഒരു 2024 എടുത്ത ഒരു കംപ്ലീറ്റ് ചെയ്ത തീരുമാനം. കരിയറിൽ വരുവാണെങ്കിൽ ഞാൻ 2023 ഗൂഗിൾ ക്ലൗഡിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ 2024 എടുക്കണമെന്ന് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായത് ഞങ്ങൾക്ക് 75% ആണെന്നെങ്കിലാണ് നമുക്ക് പൈസ കൊടുക്കേണ്ട എക്സാം എഴുതാൻ. നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരും, വൗച്ചർ തരും. അപ്പോൾ 75% കംപ്ലീറ്റ് ആയാലാണ് വൗച്ചർ കിട്ടുക. ഞാനൊരു 72% എന്തോ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കിനും റൂള് മാറി. 100% കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് റൂള് മാറി. പിന്നെ ആ സമയത്ത് വീട് പണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതിനകത്തോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതുപോലെ വർക്കും ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നു, ആ ഒരു ടൈം ലൂപ്പിൽ പെട്ട പോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു, വീട്ടിലെ ജോലി, വീട് പണിയുടെ കാര്യം നോക്കുന്നു, ഓഫീസിലെ പണി ചെയ്യുന്നു, പിന്നെയും പിറ്റേന്ന് രാവിലെ ഇതന്നെ ഒരു ടൈം ലൂപ്പ് പോലെ അങ്ങനെ പോകും. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്കിത് പഠിക്കണം എന്നൊരു ഇത് വരുന്നത്. വീണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് ഡൈവേർട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ കാര്യം ഓർക്കത്തേ ഇല്ല. അങ്ങനെ എന്തായാലും 100% ആക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ അത് തൊട്ടില്ല. അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ ഒന്നും എടുത്തില്ല. പിന്നെ നമുക്ക് കംപ്ലീഷൻ ബാഡ്ജൊക്കെ കിട്ടും. പിന്നെ ഇൻഫർമേഷൻസ് നമുക്ക് എന്തായാലും അത്ര ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. പക്ഷെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റിയില്ല. പിന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതൊക്കെ ഞങ്ങൾ ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു.
ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോകണം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ നമ്മുടെ അടുത്തൊക്കെ ഹോട്ടൽസിൽ ഇതുപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിൻ്റെ ഓഫേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരാഗ്രഹം, അങ്ങനെ നമ്മളിവിടെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയി. പിന്നെ ഞാൻ ആശിച്ച് വാങ്ങിച്ചതാണ് ഈ ഫോസിലിൻ്റെ വാച്ച്. അത് എനിക്കതൊരു വലിയ കാര്യമായിട്ടാണ്. കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ആയിട്ട് വളർന്നു വന്നിട്ട് നമ്മൾ അങ്ങനെ അധികം പൈസ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണല്ലോ. വാച്ചിനൊക്കെ നമുക്കൊരു 10,000 ആ രൂപയൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. ഞാൻ വെറുതെ സമയം നോക്കാനായിട്ട് 10,000 രൂപ കളയണോ എന്നുള്ളൊരു ആലോചനയുണ്ടല്ലോ. അങ്ങനെ വേണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിമൻസ് ഡേക്ക് പോയി വാങ്ങിച്ചതാണ്. പിന്നെ മെമ്മറീസ് എന്ന് പറയുന്നത് 2024 മെമ്മറീസ്, എനിക്ക് ഭയങ്കര സ്നോയിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ കാശ്മീരോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാനായിട്ട്. അപ്പോൾ പക്ഷേ നമുക്ക് അവിടുത്തെ ഈ മൂന്നാറിൽ തണുപ്പ് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. പക്ഷെ മറ്റേ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അവിടെയൊക്കെ പോകണം എന്ന്. പക്ഷെ എങ്ങനെ ആവും എന്നറിയത്തില്ല. അപ്പം ഞങ്ങൾ പിന്നെ അപ്പോൾ കൊച്ചും ഇതുപോലെ ഒരു ദിവസം കാർട്ടൂൺ ഏതോ റിയാൻസ് വേൾഡ് ഏതോ ഒരു കാർട്ടൂൺ കണ്ടിട്ട് അവൻ ഇതുപോലെ സ്നോ ലാൻഡിൽ പോകണം, ഐസ് സ്കേറ്റിംഗ് ചെയ്യണം അങ്ങനത്തെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ സ്നോ വേൾഡ് ഉണ്ടല്ലോ, സ്നോ സ്റ്റോം. അപ്പോൾ നമ്മൾ അവിടെ പോയി. അവിടെ പോലും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കൊച്ചൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തിറങ്ങണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തു, നിന്നെയും കൊണ്ട് ഞങ്ങൾ കാശ്മീർ പോയായിരുന്നെങ്കിൽ എന്തായാലും ഇല്ല. പക്ഷെ ഞാൻ മാക്സിമം പിടിച്ച് തണുത്ത് വിറച്ച് കൈയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കൈ പുറത്തെടുക്കുമല്ലോ, അപ്പോൾ കൈ ഇങ്ങനെ പുറത്ത് എടുത്തപ്പോഴത്തേക്ക് കൈ ഫുള്ള് മരവിച്ച്. പക്ഷെ എന്നാലും നമ്മൾ പൈസയും കൊടുത്ത് കയറിയതാണല്ലോ, അത് ഞാൻ മാക്സിമം ഫുൾ ടൈം നിന്നായിരുന്നു. അതൊരു അടിപൊളി മെമ്മറീസ് ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നത്തെ ഒരു ഇതാണ്, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊയറിനുണ്ടായിരുന്നു, പള്ളിയിലെ കൊയറിന്. പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കിനും ട്യൂഷനും ഇതും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട്, അതായത് 3 ക്ലാസ് പോയില്ല എന്നുണ്ടെങ്കിൽ കൊയറിൽ നിന്ന് നമ്മളെ ഔട്ടാക്കും. അപ്പോൾ 3 ക്ലാസ് കണ്ടിന്യൂസ് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഔട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ പള്ളിയിലെ കൊയറിൽ നിന്ന് ഔട്ടായിപ്പോയായിരുന്നു. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഞങ്ങളിപ്പം ഇവിടെ എറണാകുളത്ത് ഒരു പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് കൊയറിന് കയറാമോ എന്ന് ചോദിച്ചു, ക്രിസ്മസിൻ്റെ കൊയറിന് കരോളിന് പാടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കാരോൾസിന് കയറി. അത് രസമായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷം കൊയറിന് കയറുക, അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ്. പിന്നെ ആ പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലൊക്കെ പോയി പാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സ്റ്റേജൊക്കെ ഇട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ അങ്ങനൊരു ആംബിയൻസിൽ പാടുന്നതും ഒരു പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വീണ്ടും പാടാൻ പറ്റിയത്, കൊയറിന് പോകാൻ പറ്റിയതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിസംബറിൽ ഇതുപോലെ മൈസൂർ ഊട്ടിയൊക്കെ പോയി. അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊന്നും അങ്ങനെ അധികം ഓർക്കുന്നില്ല. 2025 ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എല്ലാ മാസവും എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്നുമില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ഗൂഗിൾ ഫോട്ടോസിൽ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണ്. അപ്പം ജനുവരിയിൽ ചില മാസത്തിൽ ഫോട്ടോസ് പോലും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു ഫോട്ടോസ് പോലും ഇല്ല, ഓർക്കാനും വേണ്ടിയുള്ള ഫോട്ടോസ് പോലും ഇല്ല. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു 2024 ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം. ഒക്കെ ലൈഫൊക്കെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇതുപോലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കുറച്ചുകൂടെ കെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യണം, അതായത് ജിമ്മിൽ പോകണം എന്നല്ല, അല്ലാതെ ജസ്റ്റ് കുറച്ച് ഇവിടെ നടക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോയതല്ലാതെ പിന്നെ അത് വീണ്ടും സ്റ്റോപ്പായി. അപ്പോൾ ഈ വർഷം അങ്ങനെ നമ്മുടെ ഹെൽത്ത് നോക്കണം എന്ന് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, എൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ എന്നാലും എല്ലാ ദിവസവും കുറച്ച് മണിക്കൂർ കുറച്ച് സമയം എനിക്ക് വേണ്ടി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ, അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നുമില്ല, കുഞ്ഞു ഇതുപോലത്തെ കൊച്ചു തീരുമാനങ്ങളേ ഉള്ളൂ. പിന്നെ വർക്കിംഗ് മംസിനെ അറിയാം, നമ്മൾ ഭയങ്കര എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്തല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റു കിച്ചണിൽ വർക്കായിരിക്കും. അപ്പോഴത്തേക്കിനും പിന്നെ കൊച്ചിനെ അങ്ങ് സ്കൂളിൽ പോകും.
പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് IT ആയതുകൊണ്ട് നമുക്ക് വൈകിട്ടാണ് നമ്മുടെ ഓൺഷോറിലെ ക്ലയൻസ് എല്ലാം ഓൺഷോർ ആണല്ലോ. അപ്പോൾ അവർ വൈകിട്ടാണ് അവർക്ക് നമ്മുടെ വൈകിട്ടാണ് അവർക്ക് രാവിലെ ആവുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് മെയിൻലി വർക്കും മീറ്റിംഗ്സും ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അവൻ്റെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കിച്ചണിൽ പിറ്റേന്ന് രാവിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുക. അപ്പം ഫാമിലി ആയിട്ട് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ കൂടെ കുറേ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ കുറച്ച് സ്പെൻഡ് ചെയ്യണം ടൈം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം ഒരു വിഷൻ ബോർഡ് ചെയ്യണം എന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഫ്രെയിം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ കാണിക്കാം. എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കോഡ്സ് ഒക്കെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ ഒട്ടിച്ച് വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കും, ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. പക്ഷെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു റീല് കാണുമ്പോഴത്തേക്കിനും നമ്മൾ ആലോചിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ചെയ്യില്ല. അപ്പോൾ അതിന് പകരം ഇപ്പോൾ വിഷൻ ബോർഡ് എന്തെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നടക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിചാരം മാത്രമേ ഉള്ളൂ, നടക്കാൻ ഇതുവരെ പോയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് ഓക്കെ നാളെ മുതൽ പഠിക്കാം എന്ന് വിചാരിക്കുന്നതല്ലാതെ അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒരു വിഷൻ ബോർഡിൽ ഇങ്ങനെ കുറച്ച് ഇമേജസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് കാണുമ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യുമോയെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ പേളി മാണിയുടെ ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പറാണ്. അതുപോലെ ഞാൻ കുറേ ഈ മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇതുപോലെ എന്തായാലും ഒരു വിഷൻ ബോർഡ് ചെയ്യണം എന്ന് 2024 എന്തെങ്കിലുമൊക്കെ 2025 എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു 24ലെ മെമ്മറീസും 25ലെ പ്ലാനിങ്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.